ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പഴയ ലാപ്ടോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൾഡ് വേർഷൻ VMലോ എങ്ങനെയാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു ബൂട്ടബിൾ USB ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ISO ഫയലാണ്. VM ആണെന്നുണ്ടെങ്കിൽ ഒരു ISO ഫയലാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ പഴയ PC-യിലാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് MBR വേണം സെലക്ട് ചെയ്യാൻ. MBR സെലക്ട് ചെയ്താൽ മാത്രമാണ് അത് പഴയ സിസ്റ്റത്തിൽ നമുക്ക് ബൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. MBR യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയുള്ള ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. സെക്യൂർ ബൂട്ട് സപ്പോർട്ട് ചെയ്യണ PC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് EUFI മെത്തേഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ബൂട്ട് ചെയ്യാൻ പറ്റും. അതിട്ട് ബൂട്ട് ചെയ്യാം. സാധാരണ രീതിയിൽ ഏതൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്നത് മാതിരി തന്നെ നമുക്ക് ബയോസിൽ കയറി ബൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബൂട്ട് കീ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്ഷൻ കിട്ടുന്നു. ഇവിടെ VMwareലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ISO ഫയൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ബൂട്ട് ISO ഫയലിൽ നിന്നാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. ബൂട്ട് ചെയ്ത് വരുമ്പോൾ ലാംഗ്വേജ് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ നൗ പ്രസ് ചെയ്യാം. നമുക്ക് പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കീ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിനുശേഷം ഇൻസ്റ്റാളേഷന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പ്രൊഡക്റ്റ് കീ ഇൻസ്റ്റാളേഷന് ശേഷമാണ് അടിച്ചു കൊടുക്കാറ് സാധാരണ രീതിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് കീ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് അടിച്ചു പോകുന്നത്. അതിനുശേഷം വിൻഡോസ് 11 ഏത് എഡിഷനാണോ നമുക്ക് വേണ്ടത് ആ എഡിഷൻ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. സാധാരണ രീതിയിൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം റിക്വയർമെൻറ്റ് എറർ കിട്ടും. ആ സിസ്റ്റം റിക്വയർമെൻറ്റ് എറർ നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഇത് ക്ലോസ് ചെയ്യുക. അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റ പേജ്, അതായത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ പേജിലേക്ക് വീണ്ടും പോകുന്നത് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഷിഫ്റ്റ് F10 ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. ആ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ റഗ് എഡിറ്റ്, അതായത് നമ്മൾ രജിസ്റ്റർ എഡിറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. റഗ് എഡിറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ എഡിറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ രജിസ്റ്റർ എഡിറ്റിൽ നമുക്ക് ഫസ്റ്റ് ലോക്കൽ മെഷീൻസ് ഫൈൻഡ് ചെയ്യുക, അതിനുശേഷം സിസ്റ്റംസ്, അതിനുശേഷം സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കീ ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു കീ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രി കീ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കമ്പ്യൂട്ടർ ലോക്കൽ മെഷീൻ സിസ്റ്റം സെറ്റപ്പിൽ ഒന്ന് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ന്യൂ കൊടുക്കുക. അതിനുശേഷം കീ ക്രിയേറ്റ് ചെയ്യുക. ആ ന്യൂ കീയുടെ നെയിം നമുക്ക് കൊടുക്കേണ്ടത് LabConfig എന്നാണ് ആ കീയുടെ പേര് കൊടുക്കേണ്ടത്. LABConfig. ഈ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 ഡൗൺലോഡ് ലിങ്കും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. LabConfig അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 5 ഡീവേർഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. ഈ 5 ഡീവേർഡ് വാല്യൂവിൻ്റെയും നമുക്ക് അതിലെന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് നമുക്ക് CPU ചെക്ക് ബൈപ്പാസ് ചെയ്യൽ, രണ്ടാമത്തത് TMP ചെക്ക് ബൈപ്പാസ് ചെയ്യൽ, മൂന്നാമത്തത് നമ്മുടെ മെമ്മറി RAM ബൈപ്പാസ് ചെയ്യൽ, അതേപോലെ തന്നെ സെക്യൂർ ബൂട്ട് ബൈപ്പാസ് ചെയ്യുക, പിന്നെ സ്റ്റോറേജ്. ഇത്തരത്തിൽ 5 കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ രജിസ്ട്രി അതിന് ആദ്യം നെയിം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു വാല്യൂ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിനുശേഷം ഈ 5 രജിസ്ട്രി വാല്യൂവിന് നമ്മൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് 1 ആക്കി കൊടുക്കാം. ആ 1 ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രജിസ്റ്റർ എഡിറ്റർ ക്ലോസ് ചെയ്യാം. അത് തന്നെ കമാൻഡും ക്ലോസ് ചെയ്യാം. ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം പ്രൊഡക്റ്റിൽ ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം വിൻഡോസിൻ്റെ ഏതാണോ വേർഷൻ വേണ്ടത് ആ വേർഷൻ ഞാൻ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ബൈപ്പാസ് ആയിട്ട് വന്നത്, അതിൻ്റെ ചെക്കിങ് ബൈപ്പാസ് ആയിട്ട് വന്നു. അതിനുശേഷം ലൈസൻസ് ടേംസ് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി അഡ്വാൻസ്ഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഹാർഡ് ഡിസ്കിന് നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. എത്രയാണോ പാർട്ടീഷൻ വേണ്ടത്, C ഡ്രൈവ് വേണ്ടത് അത്രയും C ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. അതിനുശേഷം C ഡ്രൈവ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കാം. ബാക്കി എല്ലാ ഇൻസ്റ്റാളേഷനും സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആവുന്നതാണ്. ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. റീലോഡായി വരും. ഇവിടെ നമുക്ക് ഏതാണോ കൺട്രി റീജിയൻ അത് സെലക്ട് ചെയ്ത് എസ് അടിക്കുക. അതിനുശേഷം കീബോർഡ് ലേഔട്ട് ഏതാണോ അത് എസ് അടിക്കുക. അതിനുശേഷം സെക്കൻഡ് കീബോർഡ് ലേഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ്, കാരണം ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് സെറ്റപ്പാണ് കോൺഫിഗറേഷൻ പോസിബിൾ ആവുള്ളൂ. ഞാനത് തന്നെ സെലക്ട് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ യൂസർ നെയിം എന്താണോ അവിടെ അത് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ അഡ്മിനാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. പാസ്വേഡ് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഞാനത് നെക്സ്റ്റ് അടിക്കുകയാണ് പാസ്വേഡ് യൂസ് ചെയ്യാനുള്ളത്. അതിനുശേഷം വിൻഡോസ് നമുക്ക് ലോഡ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഇത്തരത്തിലാണ് നമ്മുടെ പഴയ സിസ്റ്റത്തിൽ, പഴയ ഹാർഡ്വെയറിൽ നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിന് തന്നെ അപ്ഗ്രേഡിങ്ങിന് നമുക്ക് ഏത് കീയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒറിജിനൽ ലൈസൻസ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ ലൈസൻസ് നമുക്ക് പർച്ചേസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. Thank you for watching this video. If you like the video, please press the like button, share and subscribe.